പൂജിതപീഠം സമർപ്പണം അർദ്ധവാർഷിക കുംഭമേള 2026 ഫെബ്രുവരി 22 ഞായറാഴ്ച നമ്മുടെ ആശ്രമത്തിലെ ഏറ്റവും പുണ്യവും പ്രകാശഭരിതവുമായ ആഘോഷവേളയായി ആചരിക്കുകയാണ്. ഗുരുശിഷ്യ പാരസ്പര്യത്തിൻ്റെ ദിവ്യമായ മഹിമ സാക്ഷാത്കരിക്കപ്പെടുന്ന ഒരു അനുഗ്രഹീത ദിനം. ശാന്തിഗിരി പരമ്പരയിൽ ഈ മഹോത്സവം 41 ദിവസത്തെ വ്രതസങ്കല്പങ്ങളുടെ പരിസമാപ്തിയാണ്. ഈ പരമ്പരയിൽ എക്കാലത്തും ആത്മാനുഭവമുള്ള ഒരു ഗുരു ഉണ്ടാകുമെന്ന ദൈവവാക്കിൻ്റെ സഫലീകരണമായി ഗുരുസ്ഥാനത്തേക്ക് ഗുരുസ്ഥാനീയായ അഭിവന്ദ്യ ശിഷ്യപൂജിതയെ നമുക്ക് ഗുരുസങ്കല്പത്തിൽ ദർശിക്കാനുള്ള അനുഗ്രഹം ദൈവം നമുക്ക് നൽകുന്നു. ഈ സത്യസാക്ഷാത്കാരത്തെ നമ്മുടെ സ്വന്തം ജീവിതം കൊണ്ട് അറിയാനുള്ള പുണ്യകാലമാണ് ഇത്. 41 ദിവസത്തെ വ്രതവേള ഗുരുഭക്തരുടെ ജീവിതത്തിലെ ഒരു ദീപ്തമായ തിരുമുഖം തന്നെയാണ്. നമ്മുടെ ജീവന്റെ ദോഷങ്ങൾ മാഞ്ഞു പോകാൻ, നമ്മുടെ ഉള്ളിലെ ബന്ധനങ്ങൾ തളരാൻ ശക്തമായ പ്രാർത്ഥന ഒഴുകുന്ന കാലയളവാണ് ഇത്. നാം അറിയാതെയെങ്കിലും ഒരു വലിയ ആന്തരിക പരിവർത്തനം ഈ ദിവസങ്ങളിൽ നമ്മുടെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അജ്ഞതയും വാസനാബദ്ധമായ ചിന്താ വൈകല്യങ്ങളും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ കെട്ടിച്ചമച്ച പൊടിപടലങ്ങൾ തൂത്തുവാരി ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ ഗുരുവിനോടുള്ള സ്നേഹത്തിൻ്റെ പ്രകാശത്തിൽ തിളങ്ങാൻ ഈ ദിവസങ്ങൾ നമ്മെ സഹായിക്കുന്നു. ഗുരുകാരുണ്യത്തിൻ്റെ സ്പർശം നമ്മുടെ ജീവിതയാത്രയിൽ ഒരു വലിയ ഊർജമായി മാറുന്നു. ഗുരു നമ്മുടെ ജീവനും ജീവിതവും വഴികാട്ടുന്ന ദീപസ്തംഭമാണ്. അന്ധകാരത്തിൽ തളർന്നു നിൽക്കുന്ന ശിഷ്യന്റെ കൈപിടിച്ച് വെളിച്ചത്തിലേക്ക് നയിക്കുന്ന അനന്തമായ കാരുണ്യം. ജീവിതം എങ്ങനെ നയിക്കണമെന്ന് നമ്മെ പഠിപ്പിക്കുന്നത് ഗുരുവാണ്. നമ്മുടെ ഉള്ളിലെ അവിശ്വാസവും ഭയവുമൊക്കെ മാറ്റി ധൈര്യവും ശ്രദ്ധയും പകരുന്ന ആത്മീയ ശക്തി. ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ ആത്മാവ് വിശ്വാസവും സ്നേഹവും സമർപ്പണവുമാണ്. ശാസനയിലൂടെയും ശിക്ഷയിലൂടെയും ഗുരു ശിഷ്യനെ രൂപപ്പെടുത്തുമ്പോൾ അത് ചിലപ്പോൾ കഠിനമായി തോന്നാം. പക്ഷേ അതിൻ്റെ അടിയിൽ കരുണയും ദൂരദർശനവുമാണ്. ഗുരു ആദ്യ സമാഗമത്തിൽ ശിഷ്യന്റെ മനസ്സിനെ പൊളിച്ചെറിയുന്നില്ല. സംശയങ്ങളും അഹങ്കാരങ്ങളും മൂടിക്കിടക്കുന്ന ഹൃദയത്തെ നിശബ്ദ സാന്നിധ്യത്തിലൂടെയും ധർമാനുസൃതമായ കർമ്മങ്ങളിലൂടെയും പ്രാർത്ഥന നിറഞ്ഞ വ്രതദിനങ്ങളിലൂടെയും ഗുരുപതിയെ പരിശുദ്ധമാക്കുന്നു. ശിഷ്യനെ ബ്രഹ്മത്തിൻ്റെ വഴിയിലൂടെ നടക്കാൻ പഠിപ്പിക്കുന്നു. അതാണ് പൂജിത പീഠം. ഒരു ഗുരുവിൻ്റെ കരുണയിൽ ഒരു ശിഷ്യന്റെ ആത്മാവ് പുതിയ ജന്മമെടുക്കുന്ന ദിവ്യ നിമിഷം. പൂജിതപീഠം സമർപ്പണത്തോടനുബന്ധിച്ച് 41 ദിവസത്തെ വ്രതദിനങ്ങളിൽ ഗുരുപാദങ്ങളിൽ പുഷ്പം സമർപ്പിക്കുമ്പോൾ നാം വെറും ആചാരം ചെയ്യുകയല്ല, നാം സുകൃതികളായി മാറുകയാണ് ചെയ്യുന്നത്. ഗുരു നൽകിയ സങ്കല്പത്തിൻ്റെ പവിത്രതയിൽ ഗുരുവിൻ്റെ തൃപ്പാദപത്മങ്ങളിൽ ഒരു പുഷ്പം സമർപ്പിക്കുന്ന ഓരോ നിമിഷവും നമ്മെ അതൊരു ആത്മപുണ്യത്തിൻ്റെ അവകാശികളാക്കുന്നു. അത് ഒരു പുഷ്പത്തിൻ്റെ ഭാരമല്ല, ഒരു ആത്മാവിൻ്റെ ഭക്തിയുടെയും സമർപ്പണത്തിൻ്റെയും ഭാരമാണ്. പൂർണ്ണനായ ത്രികാലജ്ഞാനിയായ ഒരു കൽപ്പാന്ത ഗുരുവിൻ്റെ പാദപത്മങ്ങളിൽ പുഷ്പം സമർപ്പിക്കുക എന്നത് ഋഷിമാർക്കും ജ്ഞാനികൾക്കും മഹാത്മാക്കൾക്കും അർഹമായ പരമ പുണ്യ കർമ്മമാണ്. എന്നാൽ ഗുരുകാരുണ്യത്തിൻ്റെ അനന്തവ്യാപ്തിയിൽ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരായ ആത്മാക്കളും ആ ഭാഗ്യത്തിന് അർഹരായി മാറുന്നു. നമ്മുടെ ജീവിതത്തിലെ കുറവുകളും അശുദ്ധികളും കർമ്മ ധർമ്മ ദോഷങ്ങളും നാം ഒരു പുഷ്പമായി സങ്കല്പിച്ച് പീഠത്തിൽ വസിക്കുന്ന ഗുരുവിൻ്റെ ശിരസിലും തൃപ്പാദങ്ങളിലും സമർപ്പിക്കുന്നു. പുഷ്പസമർപ്പണം ഒരു കർമ്മമല്ല, ഒരു ആത്മസമർപ്പണമാണ്. ഗുരുവിൻ്റെ കരുണയിൽ നമ്മുടെ ജീവിതഭാരം ഉരുകിപ്പോകുന്നൊരു ദിവ്യ നിമിഷം. വ്രതം ശരീരം, മനസ്സ്, ആത്മാവ് എന്നിവയുടെ പുനഃക്രമീകരണമാണ്. എന്താണ് വ്രതം? ഭക്ഷണം ഉപേക്ഷിക്കുന്നതാണ്. ചില ആചാരങ്ങൾ പാലിക്കുന്നതാണോ? മാത്രമല്ല, വ്രതം ജീവിതത്തെ വീണ്ടും ശരിയായ ക്രമത്തിൽ വെക്കുന്ന ഒരു ആത്മീയ ശാസനയാണ്. നാം വ്രതമനുഷ്ഠിക്കുന്നത് ശരീരത്തിന് വേണ്ടി മാത്രമല്ല, മനസ്സിനും ആത്മാവിനുമാണ്. ശരീരത്തിന് എല്ലാ ദിവസവും നാം എത്ര കാര്യങ്ങൾ ചെയ്യുന്നു, ഭക്ഷണം കൊടുക്കുന്നു, സുഖം, ആസ്വാദനം, സൗകര്യം, വേഗം, വിജയം. നമ്മുടെ മനസ്സിന് വേണ്ടി നാം എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ആത്മാവിന് വേണ്ടി നാം എത്ര നിമിഷം മാറ്റിവെക്കുന്നു? നമ്മുടെ ജീവിതത്തിലെ ശബ്ദവും തിരക്കും അകത്തള കലഹങ്ങളും ഒന്ന് നിശബ്ദമാകണം. അതിനാണ് വ്രതം.
നമ്മുടെ ഉള്ളിൽ 3 ശക്തികളുണ്ട്: ശരീരം, മനസ്സ്, ആത്മാവ്. ശരീരം ആഗ്രഹങ്ങൾ നിറഞ്ഞതാണ്. മനസ്സ് ചിന്തകളും ഭയങ്ങളും നിറഞ്ഞതാണ്. ആത്മാവ് ശാന്തിയും സത്യവും നിറഞ്ഞതാണ്. വ്രതമില്ലാത്ത ജീവിതത്തിൽ ശരീരം രാജാവാകുന്നു, മനസ്സ് അതിൻ്റെ സേവകനാകുന്നു, ആത്മാവ് അവഗണിക്കപ്പെടുന്ന ഒരു അതിഥിയായി മാറുന്നു. വ്രതമനുഷ്ഠിക്കുമ്പോൾ മനസ്സ് ശാന്തമായി സേവനം ചെയ്യും, ശരീരം ക്രമത്തിലേക്ക് മടങ്ങും. അതുകൊണ്ടാണ് വ്രതം സ്വയം ശിക്ഷയല്ല, സ്വയം ഉണർത്തലാണ്. വ്രതം നമ്മെ കുറയ്ക്കുന്നില്ല, നമ്മെ ശുദ്ധമാക്കുന്നു. വ്രതം നമ്മെ ദുർബലരാക്കുന്നില്ല, നമ്മെ ഉള്ളിൽ നിന്ന് ശക്തരാക്കുന്നു. വ്രതത്തിൻ്റെ ലക്ഷ്യം ദൈവത്തെ സന്തോഷിപ്പിക്കുകയല്ല, നമ്മുടെ ആത്മാവിനെ വീണ്ടും ജീവിപ്പിക്കുകയാണ്. 41 ദിവസത്തെ വ്രതം എന്തുകൊണ്ടാണ്? 41 ദിവസം ഒരു സംഖ്യയല്ല, ഒരു ആത്മപരിശീലന കാലമാണ്. കാരണം മനുഷ്യൻ്റെ മനസ്സും ശരീരവും ഒറ്റ ദിവസം കൊണ്ട് മാറില്ല, അത് ക്രമമായി പുനഃസംഘടിപ്പിക്കപ്പെടണം. ന്യൂറോ സയൻസ് പറയുന്നത് ഇതുതന്നെയാണ്. ഒരു പുതിയ ശീലം മനസ്സിൽ ഉറപ്പിക്കാൻ 21 ദിവസം മുതൽ 40 ദിവസം വരെ വേണം. 41 ദിവസം വ്രതമെടുക്കുമ്പോൾ നമ്മുടെ തലച്ചോറിലെ ലഹരി, ദേഷ്യം, കാമം, അലസത ഇവയെ നിയന്ത്രിക്കുന്ന ന്യൂറൽ പാതകൾ പുതുക്കി എഴുതപ്പെടുന്നു. സയൻസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പഴയ ആസക്തികൾ നിറഞ്ഞ കോശങ്ങൾ പതുക്കെ വിട പറയുന്നു. അവയുടെ സ്ഥാനത്ത് ശാന്തിയും ശുദ്ധചിന്തയും നിറഞ്ഞ പുതിയ കോശങ്ങൾ ജനിക്കുന്നു. നാം അറിയാതെ തന്നെ നമ്മുടെ ശരീരത്തിൽ എല്ലാ ദിവസവും കോശങ്ങൾ നശിക്കുകയും പുതിയവ പിറക്കുകയും ചെയ്യുന്നു. അതൊരു സൃഷ്ടി സംഹാര പ്രക്രിയയാണ്. വ്രതം ആ പ്രക്രിയയിൽ പ്രവേശിക്കുമ്പോൾ അത് വെറും ശരീരമാറ്റമല്ല, അത് ഒരു ആത്മപരിവർത്തനമായി മാറുന്നു. 41 ദിവസത്തെ വ്രതം നമ്മുടെ ഉള്ളിൽ ഒരു പുതിയ ചിന്താവ്യവസ്ഥയും പുതിയ മനോഭാവവും പുതിയ ജീവിത ദിശയും രൂപപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് 41 ദിവസത്തെ വ്രതം ദൈവത്തെ മാറ്റാൻ വേണ്ടിയല്ല, നമ്മളെ തന്നെ പുതുക്കാൻ വേണ്ടിയുള്ള ഒരു ദിവസമാണ്. ഒരു മണ്ഡലകാലമാണ് 41 ദിവസം. സൗരവർഷം 365 ദിവസമാണെങ്കിൽ ചാന്ദ്രവർഷം 324 ദിവസമാണ്. സൗരവർഷത്തിൽ നിന്ന് ചാന്ദ്രവർഷം കുറയ്ക്കുമ്പോൾ കിട്ടുന്ന സംഖ്യ 41 41 ദിവസം സൗരചാന്ദ്രവർഷങ്ങളുടെ ഇടയിലുള്ള സമയമായതുകൊണ്ട് ഒരു മണ്ഡലമായി ഇതിനെ കണക്കുകൂട്ടുന്നു. ഋഗ്വേദത്തിൽ പറയുന്നത് പോലെ സൂര്യചന്ദ്രന്മാരെ പോലെ ഞാനും ധർമ്മ വഴിയിൽ സഞ്ചരിക്കട്ടെ. ആ സൂര്യചന്ദ്രന്മാരെ പോലെ ഇളകാതെ വ്രതത്തെ പാലിക്കുന്നവരുമായി സൗഖ്യമുണ്ടാകട്ടെ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാകട്ടെ, ജീവിതചര്യയാകട്ടെ, സമ്പ്രദായങ്ങളാകട്ടെ, ഫലവത്തായി മനുഷ്യ ശരീരത്തിലും മനസ്സിലും ബുദ്ധിയിലും മാറ്റം വരുത്തണമെങ്കിൽ 41 ദിവസം എടുക്കണമെന്ന് പറയപ്പെടുന്നു. ഒരു വ്യക്തിയിലുള്ള ശാരീരികവും മാനസികവും ബൗദ്ധികവുമായ മാറ്റം പൂർണ്ണമാകുന്നതിന് 41 ദിവസത്തെ വ്രതം ആവശ്യമാണെന്നും നമ്മുടെ ആധ്യാത്മിക സംഹിതകൾ വെളിപ്പെടുത്തുന്നു. വ്രതത്തിലൂടെ നമ്മൾ വെറും വിശ്വാസത്തിൽ മാത്രമല്ല, ജീവശാസ്ത്രത്തിലും മാറുന്നു. മദ്യം, മാംസം, അമിത ഭക്ഷണം ഇവ ഒഴിവാക്കുമ്പോൾ നമ്മുടെ കരൾ ശുദ്ധമാകും, കുടൽ വിശ്രമിക്കും, രക്തം ലഘുവാകും, ഉറക്കം ആഴമാകും. ആധുനിക ശാസ്ത്രം ഇതിനെ വിളിക്കുന്നത് ഡീടോക്സിഫിക്കേഷൻ എന്നാണ്. നമ്മുടെ പൂർവികർ അതിനെ ശുദ്ധി എന്ന് പറഞ്ഞു. ഇതിൻ്റെ ഫലം മനസ്സിൽ ഉടൻ പ്രത്യക്ഷമാകും. വ്രതം കഴിഞ്ഞ് 10-15 ദിവസത്തിനുള്ളിൽ ഒരു മാറ്റം നമ്മൾ അനുഭവിക്കും. ചിന്തകൾ മന്ദഗതിയിലാകും, ദേഷ്യം കുറയും, ആവേശം ശാന്തമാകും, പൊട്ടിത്തെറികൾ മങ്ങും. അതിൻ്റെ സ്ഥാനത്ത് നമ്മൾ കൂടുതൽ ബോധത്തോടെ ജീവിക്കുവാൻ തുടങ്ങും. ഇതാണ് മനസ്സിൻ്റെ പക്വത. വ്രതം വെറുമൊരു സ്നാനമല്ല, ഭക്ഷണം ഒഴിവാക്കലുമല്ല. വ്രതം ഒരു തീർത്ഥാടനമാണ്, നമ്മുടെ ഉള്ളിലേക്കുള്ള നമ്മുടേതായ തീർത്ഥാടനം. മിതഭക്ഷണം പ്രാർത്ഥനയുടെ ശക്തി കൂട്ടും എന്ന് പറയുന്നു. വാക്കുകൾ കുറയുമ്പോൾ നമ്മുടെ ഉള്ളിലെ ദൈവശബ്ദം കേൾക്കുവാൻ തുടങ്ങും. ദൈവം എവിടെയാണ്? അവൻ ക്ഷേത്രത്തിലല്ല, നമ്മുടെ ഉള്ളിലാണ്. നമ്മുടെ ഉള്ളിലെ ചൈതന്യമാണ് നമ്മെ നയിക്കുന്ന ആ ദിവ്യശക്തിയാണ്. വ്രതം നമ്മളെ അവിടേക്ക് കൊണ്ടുപോകുന്ന പാതയാണ്. അത് ആത്മാവിൻ്റെ ശാസനമാണ്. ജീവിതത്തെ ക്രമപ്പെടുത്തുവാനുള്ള ആത്മാവിൻ്റെ പരിശീലനമാണ്. ഈ ശാസന യുവാക്കളെ പ്രായത്തിൻ്റെ തിളപ്പിനുമേൽ നിൽക്കുവാൻ പഠിപ്പിക്കുന്നു, മനസ്സിനെ ശക്തമാക്കുന്നു, ജീവിതത്തെ സമത്വത്തിലാക്കുന്നു. അതിനാലാണ് വ്രതം ഒരു ഉപവാസമല്ല, ഒരു ഉയർച്ചയാണ് എന്ന് പറയുന്നു. മനുഷ്യൻ്റെ ആയുസ് വർഷങ്ങൾ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ നിലവാരം കൂടിയാണ്. ഒരാൾ 80 വർഷം ജീവിച്ചിട്ടുമുള്ളിൽ ദേഷ്യം, ഭയം, ആസക്തി, അഹങ്കാരം ഒന്നും മാറിയിട്ടില്ലെങ്കിൽ
അത് ദീർഘായുസിനെ സൂചിപ്പിക്കുന്നില്ല, ശരീരത്തിൻ്റെ ക്ഷീണം മാത്രമായി മാറുന്നു. വ്രതം ശരീരത്തെ ലഘൂകരിക്കുന്നു, മനസ്സിനെ ശാന്തമാക്കുന്നു, നമ്മുടെ കോശങ്ങൾ നമ്മളോടൊപ്പം നന്ദി പറയും. അതുകൊണ്ടാണ് വ്രതം പാലിക്കുന്നവരിൽ പലർക്കും പ്രായമുണ്ടായിട്ടും കണ്ണുകളിൽ ഒരു കുഞ്ഞിൻ്റെ തെളിച്ചവും പ്രകാശവും ദൃശ്യമാകുന്നത്. ഇന്ന് നമ്മുടെ സമൂഹത്തെ ഗ്രസിച്ചിരിക്കുന്ന സോഷ്യൽ മീഡിയയുടെ ആഭിമുഖ്യം, ലഹരിയോടുള്ള ആസക്തി, ലൈംഗികമായ അരാജകത്വം, സ്പർദ്ധ, ഇതെല്ലാം യുവാക്കളുടെ മനസ്സിനെ ഛിന്ന ഭിന്നമാക്കുന്നുണ്ട്. വ്രതം നമ്മെ വീണ്ടും ഏകോപിപ്പിക്കും, നമ്മെ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ തിരികെ കൊണ്ടുവരും. യുവത ശക്തിയില്ലാത്തവരല്ല, ദിശാബോധമില്ലാത്തവരാണ്. വ്രതം നമുക്ക് ഒരു ആന്തരിക ദിശാബോധം നൽകുന്നു. ഞാൻ ആരാണ്? എന്തിനാണ് ഞാൻ ജീവിക്കുന്നത്? എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ്? ഈ ചോദ്യങ്ങൾ വ്രതകാലത്ത് നമ്മൾ ഹൃദയത്തിൽ നിന്നും കണ്ടെത്തുന്നു. അവയിൽ നിന്ന് നമുക്കൊന്നും ഒളിക്കാനില്ല. നമ്മൾ നമ്മളെ തന്നെ ഇക്കാലത്ത് കണ്ടുമുട്ടുന്നു. വ്രതം ശരീരത്തിൻ്റെ വിശപ്പിനെ അമർത്തുന്നൊരു ഇന്ധനമല്ല, ശരീരം സ്വയം സൗഖ്യം കണ്ടെത്തുന്ന ഒരവസ്ഥയാണ്. അമിതാഹാരം ദഹനത്തിൻ്റെ മുഴുവൻ ഊർജവും ഉപയോഗിച്ച് തീർക്കുന്നു. അപ്പോൾ രോഗശാന്തിക്കുള്ള സമയം ശരീരത്തിന് കിട്ടുന്നില്ല. വ്രതാവസ്ഥയിൽ ഭക്ഷണം കുറയുമ്പോൾ ശരീരം ഇങ്ങനെ പറയുന്നത് പോലെയാണ്, ഇപ്പോൾ എനിക്കെന്നെ കുറച്ചുകൂടി ശുദ്ധമാക്കാം. അതുകൊണ്ടാണ് ഉപവാസകാലത്ത് അലർജി, തലവേദന, ദഹന പ്രശ്നങ്ങൾ, രക്തസമ്മർദ്ദം, ഹോർമോണിൻ്റെ അസന്തുലിതാവസ്ഥ ഇവയൊക്കെ ക്രമീകരിക്കപ്പെടുന്നത്. ഇത് പൂർണ്ണമായ രോഗമുക്തി അല്ലാതിരിക്കാം, പക്ഷേ ആത്മസുഖത്തിനുള്ള ഒരു വാതിൽ തുറക്കുന്നു. ശാരീരികമായ അസ്വസ്ഥതകൾ കുറയുമ്പോൾ മനസ്സിന് കുളിർമയുണ്ടാകുന്നു. അതൊരു മനുഷ്യൻ്റെ മുഴുവൻ ജീവിതത്തെയും മാറ്റിത്തീർക്കും. ഹിന്ദുമത ആചാരപ്രകാരം വ്രതങ്ങളിൽ ഏകാദശി, ഷഷ്ടി, പ്രദോഷം, അമാവാസി, പൗർണമി, നവരാത്രി, ശിവരാത്രി, ശബരിമല മണ്ഡലകാലം, തിരുവാതിര, തിങ്കളാഴ്ച വ്രതം എന്നിങ്ങനെ പലതുമുണ്ട്. സ്ത്രീ പുരുഷ ഭേദമില്ലാതെ, ബാലവൃദ്ധ ഭേദമില്ലാതെ കുടുംബത്തിലെ എല്ലാവരും വ്രതാനുഷ്ഠാനങ്ങൾ ഒരു ശീലമാക്കിയാൽ സ്വകുടുംബ ഐശ്വര്യമുണ്ടാകുമെന്ന് ഹൈന്ദവമായ വിശ്വാസം. വ്രതമെടുക്കുന്നവർ അരി, ഗോതമ്പ് തുടങ്ങിയ ധാന്യഭക്ഷണം, മാംസാഹാരം, മദ്യപാനം, പുകവലി തുടങ്ങി ലഹരി ഉപയോഗം, അമിത സംസാരം, പരദ്രോഹ ചിന്ത എന്നിവ ഒഴിവാക്കുകയും കിടക്ക ഉപയോഗിക്കാതെ ഉറങ്ങുകയും ചെയ്യണമെന്നാണ് വിധി. എന്നാൽ പഴങ്ങളും കരിക്കിൻ വെള്ളവും ശുദ്ധജലവും എന്നിവ സ്ഥിരമായി ഉപയോഗിക്കാം. കൂടാതെ ക്ഷേത്രദർശനവും നാമജപവും പാവപ്പെട്ടവർക്ക് അന്നദാനവും വസ്ത്രവും മുതലായവ ദാനം നടത്തുകയും സ്ത്രീകളെ ബഹുമാനിക്കുകയും ചെയ്യണം. അതാണ് പൊതുവായ താന്ത്രിക വിധി. ഓരോരോ വ്രതങ്ങൾക്കും വ്യത്യസ്തമായ ഉദ്ദേശവും ഫലസിദ്ധിയുമുണ്ട്. സൗം എന്ന അറബി പദം ഒരു വസ്തുവിനെ വെടിഞ്ഞു നിൽക്കുക, അതിനെ ഉപേക്ഷിക്കുക എന്നൊക്കെയാണ് സൗം എന്ന പദത്തിൻ്റെ അർത്ഥം. നോമ്പ് എന്ന് സാധാരണമായി മലയാളത്തിൽ നമ്മൾ പറയുന്നു. പ്രഭാത നമസ്കാരത്തിന് മുമ്പ് ബാങ്ക് വിളിക്കുന്നത് മുതൽ വൈകിട്ട് സന്ധ്യാ നമസ്കാരം വരെയുള്ള സമയം ആഹാരപാനീയങ്ങൾ ഉൾപ്പെടെ എല്ലാ സുഖസൗകര്യങ്ങളും അവ ലഭ്യമായിരിക്കെ തന്നെ ഉപേക്ഷിക്കുന്നതാണ് സൗം അഥവാ നോമ്പ്. വ്രതം ഉപവാസത്തിൽ നിന്നുള്ള വ്യക്തികളിൽ നിന്ന് ചീത്തയായ വാക്കുകളോ പ്രവൃത്തികളോ ചിന്തയോ പാടില്ലെന്നാണ് ഇസ്ലാം മതത്തിൻ്റെ വിശ്വാസം. ഏറ്റവും ശ്രേഷ്ഠമായ വ്രതമായാണ് മൗനവ്രതത്തെ കണക്കാക്കുന്നത്. ഹിന്ദു പുരാണ ഗ്രന്ഥങ്ങളിലും മൗനവ്രതം ആചരിക്കുന്നതിൻ്റെ ഗുണങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. വാവിട്ട വാക്ക് തിരിച്ചെടുക്കാനാവില്ല എന്നാണ് പറയുന്നത്. മൗനവ്രതം ആചരിക്കുമ്പോൾ ആവശ്യമില്ലാത്ത സംഭാഷണ പ്രയോഗങ്ങളും വാക്കുകളുമൊക്കെ നമുക്ക് നിയന്ത്രിക്കാനാവും. ആർക്കും വേദനിക്കുന്ന സംഭാഷണങ്ങൾ പറയാതിരിക്കാൻ നമുക്ക് സാധിക്കും. നാവ് നിയന്ത്രിച്ചാൽ ജീവിതം സുന്ദരമാകും. മൗനവ്രതം അനുഷ്ഠിക്കുമ്പോൾ കോപം നിയന്ത്രിക്കുവാനും സാധിക്കും. ഭഗവത്ഗീതയിൽ മൗനവ്രതത്തിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ച് ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട്. മൗനവ്രതം എന്നത് പൂജ, ജപം, സേവനം, ധ്യാനം തുടങ്ങിയ സാധനകൾ പോലെ പ്രാധാന്യമുള്ളവയാണ്. മനസ്സിനെ നിയന്ത്രിക്കുവാനും സാധിക്കുമെന്ന് ഭഗവത്ഗീതയിലെ 10-11 അധ്യായങ്ങളിൽ വിവരിക്കുന്നു. അതിസൂക്ഷ്മമായ ആത്മീയ സാധനയാണ് മൗനവ്രതമെന്നും ഗീതയിൽ ഉപദേശിക്കുന്നു. വ്രതം സൂക്ഷിക്കുന്നതിലൂടെ ഈശ്വരനിലേക്ക് എങ്ങനെ അടുക്കാമെന്നതിൻ്റെ ഏറ്റവും സുന്ദരമായ ഉദാഹരണമാണ് പുരാണത്തിൽ നിന്നുള്ള ശബരി, ഒരു കാട്ടുവാസിനിയായ സ്ത്രീ. അവർ പണ്ഡിതയായിരുന്നില്ല, അവർക്ക് വേദമറിയില്ലായിരുന്നു. പക്ഷേ ആ ഹൃദയം മുഴുവൻ രാമഭക്തി കൊണ്ട് പ്രകാശിച്ചിരുന്നു.
അവളുടെ ഗുരുവായിരുന്ന മാതംഗമുനി അവളോട് പറഞ്ഞു, ഒരു ദിവസം രാമൻ ഈ ആശ്രമത്തിലേക്ക് വരും, അതിനായി നീ വ്രതശുദ്ധിയോടെ കാത്തിരിക്കുക. അന്നു മുതൽ ശബരിയുടെ ജീവിതം ഒരു വ്രതമായി മാറി. രാമദർശനത്തിനു വേണ്ടിയുള്ള വ്രതം അവൾ തനിക്ക് ലഭിച്ചിരുന്ന പരിമിതമായ സുഖസൗകര്യങ്ങൾ പോലും ഉപേക്ഷിച്ചു. ഭക്ഷണം നിയന്ത്രിച്ചു. ഓരോ ദിവസവും ആശ്രമവും പരിസരവും ശുചിയാക്കി. പ്രാർത്ഥനാപൂർവം രാമന്റെ വരവിനായി കാത്തിരുന്നു. അവളുടെ വ്രതം കേവലം ഭക്ഷണവ്രതം മാത്രമായിരുന്നില്ല, ആത്മശുദ്ധിയുടെ കാത്തിരിപ്പിന്റെ വ്രതമായിരുന്നു അത്. വർഷങ്ങൾക്ക് ശേഷം വനവാസത്തിനിടെ രാമലക്ഷ്മണന്മാർ ശബരിയുടെ ആശ്രമത്തിലെത്തി. രാമദർശനത്താൽ ശബരി ആനന്ദ കണ്ണുനീരൊഴുക്കി. രാമൻ അവളോട് പറഞ്ഞു, നിന്റെ ഈ നീണ്ട കാത്തിരിപ്പും ഭക്തിയും വ്രതവുമാണ് എന്നെ ഇവിടെ എത്തിച്ചത്. രാമദർശനത്താൽ ശബരിയുടെ ആത്മാവിന് മോക്ഷം ലഭിച്ചു. വ്രതമെന്നത് ആഹാരം കുറയ്ക്കൽ മാത്രമല്ല, ആഗ്രഹങ്ങൾ കുറയ്ക്കലാണ്. ആത്മാവിൻ്റെ ഉദ്ധാരണ മാർഗമാണ്. യേശുക്രിസ്തു തൻ്റെ പൊതുശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പ് 40 ദിവസം ഉപവസിച്ചു എന്നാണ് ചരിത്രം. ക്രിസ്ത്യാനികൾ വ്രതമെടുക്കുന്നത് ഈ ത്യാഗ ജീവിതത്തെ അനുസ്മരിക്കുകയും അനുകരിക്കുകയും ചെയ്യാനാണ്, പ്രാർത്ഥനയ്ക്ക് ശക്തി നൽകുവാൻ. ബൈബിളിൽ വ്രതവും പ്രാർത്ഥനയും ചേർന്നാണ് പലപ്പോഴും കാണപ്പെടുന്നത്. ബുദ്ധമതത്തിലെ വ്രതത്തിൻ്റെ അടിസ്ഥാനം ശീലം, സമാധി, പ്രജ്ഞ എന്ന 3 തൂണുകളിലാണ്. വ്രതം ഇവയെ ശക്തിപ്പെടുത്തുന്ന ഒരു ശീല പരിശീലനമാണ്. ശരീര നിയന്ത്രണത്തിലൂടെ മനസ്സിൻ്റെ അസ്വസ്ഥതകളെ തിരിച്ചറിയാനും നിയന്ത്രിക്കാനുമാണ് ഇതിൻ്റെ ലക്ഷ്യം. ബുദ്ധമതത്തിലെ ഉപോസ്ത ദിനങ്ങളെന്ന പ്രത്യേക ദിവസങ്ങളിൽ വ്രതം അനുഷ്ഠിക്കുന്നു. ഈ ദിവസങ്ങളിൽ സാധാരണ വിശ്വാസികൾ അഷ്ടശീലങ്ങൾ പാലിക്കുന്നു. വ്രതമെന്നത് വെറും 41 ദിവസങ്ങളിൽ മാത്രം നടത്തുന്ന ഉപവാസമല്ല, നമ്മുടെ ജീവിതം മുഴുവൻ കാത്തുസൂക്ഷിക്കേണ്ട മൂല്യങ്ങളുടെ പ്രതിജ്ഞയാണ്. ആരാണ് ഒരു യഥാർത്ഥ ശിഷ്യൻ? ശിഷ്യൻ എന്നത് വെറും കേൾവിക്കാരനല്ല, ഗുരുവാക്ക് ഉൾക്കൊള്ളുന്നവനാകണം. ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ ശിഷ്യൻ തൻ്റെ അഹങ്കാരം ഉപേക്ഷിച്ച് വിനയത്തോടെ നിൽക്കുമ്പോഴാണ് ഗുരുശിഷ്യ പാരസ്പര്യം ആരംഭിക്കുന്നത്. ഗുരുശിഷ്യ ബന്ധമെന്നത് വെറും അറിവ് മാത്രം കൈമാറുന്ന ഔപചാരികമായ ബന്ധമല്ല, അതൊരു ആന്തരിക പരിണാമ യാത്രയാണ്. ഗുരു ശിഷ്യന്റെ മനസ്സിനെ പതിയെ ശുദ്ധീകരിച്ചും പരിവർത്തനം ചെയ്തും ആത്മാവിനെ ഉദ്ധാരണം ചെയ്യുന്ന ഒരു മഹായാത്ര. ഗുരുവിൻ്റെ ശതാബ്ദി ആഘോഷങ്ങളിലേക്ക് നാം കടക്കുകയാണ്. പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലെ വളരെ നിർണായകമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. 2026 ആദ്യത്തെ പ്രധാന ആഘോഷം എന്ന നിലയിലും പൂജിതപീഠ സമർപ്പണം 25ാമത് വാർഷികം, 1/4 നൂറ്റാണ്ട് എന്ന നിലയിലും ഏറെ ശ്രദ്ധേയമായ ആഘോഷമാണ്. മാനവരാശിക്ക് ഐശ്വര്യം പ്രദാനം ചെയ്യുന്നതിനും സത്യസാക്ഷാത്കാരത്തിലേക്ക് പോകാനുള്ള പുണ്യഭാവങ്ങൾ ആർജിക്കുന്നതിനും കഴിയുന്ന ദിനങ്ങളായ ഈ മൃതദിനങ്ങൾ എല്ലാ നിലകളിലും ഗുരുവിൻ്റെ ഇച്ഛപ്രകാരം പരിണമിക്കട്ടെ എന്ന പ്രാർത്ഥന ഈ അവസരത്തിൽ ഗുരുപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് എൻ്റെ ഈ എളിയ വാക്കുകൾ ഗുരുപാദങ്ങളിൽ സമർപ്പിക്കുന്നു. സദ്ഗുരുവേശ്വരൻ.